നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഒരു സാധനം, ചായയിലും കാപ്പിയിലും മിഠായികളിലും ബേക്കറി ഭക്ഷണങ്ങളും മിക്കവാറും എല്ലായിടത്തും കാണുന്ന ഒന്ന്, പഞ്ചസാര. ഒരു ചോദ്യം, പഞ്ചസാര എപ്പോഴാണ് മനുഷ്യരുടെ ജീവിതത്തിൽ എത്തിയത് എന്ന് നിങ്ങൾക്കറിയാവോ? അതിൽ പ്രധാനമായി ഇത് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്? ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഡയബറ്റിക്സ് എന്ന് പറയുന്ന രോഗവുമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പഞ്ചസാരയുടെ ചരിത്രമാണ്. അത് ലോകമെമ്പാടും എങ്ങനെ വ്യാപിച്ചു, ആരോഗ്യവുമായി ഇതിൻ്റെ ബന്ധം, ഇന്നത്തെ ഡയബറ്റിക്സ് കണക്കുകൾ. പഞ്ചസാര ആദ്യ ഭൂമിയിൽ ഉണ്ടായിരുന്നത് കരിമ്പിൻ്റെ ഷുഗർ കെയിൻ രൂപത്തിലായിരുന്നു. ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ ഗിനിയ പ്രദേശത്തെ ആളുകൾ ആദ്യമായി കരിമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങി. അന്ന് ആളുകൾ കരിമ്പ് ചവച്ച് മധുരം ഉപയോഗിക്കുകയായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ക്രിസ്റ്റൽ രൂപത്തിലായിരുന്നില്ല പഞ്ചസാര അന്നുണ്ടായിരുന്നത്. പിന്നീട് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഇന്ത്യയിൽ കരിമ്പിൻ്റെ നീർ തിളപ്പിച്ച് ക്രിസ്റ്റൽ രൂപത്തിലുള്ള പഞ്ചസാര നിർമ്മിക്കുന്ന രീതികൾ വികസിപ്പിച്ചെടുത്തു. ആദ്യകാലത്ത് ഇതിനെ ശർക്കര എന്നാണ് വിളിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നും ഈ അറിവ് പേർഷ്യയിലേക്കും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലേക്കും പിന്നീട് പോർച്ചുഗലിലേക്കും യൂറോപ്പുകളിലേക്കും പടർന്നു. അന്ന് പഞ്ചസാര വളരെ വിലയേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിരുന്നത് രാജാക്കന്മാരും സമ്പന്നരും മാത്രമാണ്. ആദ്യകാലത്ത് പഞ്ചസാര ഇന്നത്തേതുപോലെ വെളുത്ത നിറത്തിലുള്ളതല്ലായിരുന്നു. അത് സാധാരണയായി തവിട്ട് നിറമുള്ളതും കുറച്ച് ശുദ്ധീകരണമുള്ളതുമായിരുന്നു. പിന്നീട് 7 മുതൽ 10 നൂറ്റാണ്ടുകൾക്കിടയിൽ പേർഷ്യയിലും അറബ് ലോകത്തും പഞ്ചസാര ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെട്ടു. 1500 മുതൽ 1800 വരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കരിമ്പ് കൃഷിയും പഞ്ചസാര ഉൽപ്പാദനവും വൻതോതിൽ വർദ്ധിച്ചായി കാണാൻ സാധിക്കുന്നു. പഞ്ചസാര കൂടുതൽ ലഭ്യമായതോടെ അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ചായ, കാപ്പി, മിഠായികൾ, ബേക്കറി ഭക്ഷണങ്ങൾ എല്ലായിടത്തും പഞ്ചസാര ഉപയോഗം വളരെയധികം വർദ്ധിച്ചെന്ന് വേണം പറയാം. ഇത് മനുഷ്യരുടെ ഭക്ഷണ രീതിയെ തന്നെ മാറ്റിമറിച്ചു. മുമ്പ് വളരെ അപൂർവമായിരുന്ന മധുരം ഇന്ന് ദിവസേന ഉപയോഗിക്കുന്ന ഒരു ഘടകമായി മാറി. 19ാം നൂറ്റാണ്ടിൻ്റെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി പഞ്ചസാര നിർമ്മാണത്തിലും വലിയ തോതിലും മാറ്റങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറയാം. പുതിയ ഇൻഡസ്ട്രിയൽ ടെക്നോളജിയെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സെൻട്രിഫ്യൂജ് മെഷീനുകൾ പഞ്ചസാര ക്രിസ്റ്റലുകളും സിറപ്പുകളുമായി വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നു. വാക്യൂം ട്രാപ്പ് ഉപയോഗിക്കുന്നതിലൂടെ കുറഞ്ഞ താപനിലയിൽ പഞ്ചസാര ക്രിസ്റ്റൽ ഉപരൂപത്തിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാർബൺ ഫിൽറ്ററിംഗ് ഉപയോഗിച്ച് നിറവും അശുദ്ധീകരണവും നീക്കം ചെയ്യലും നടക്കുന്നു. ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്ത ഗ്രാനുവൽ പഞ്ചസാര വ്യാപകമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ലോകത്തിലെ ഡയബറ്റീസിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏകദേശം 58 മുതൽ 59 കോടിയോളം ആളുകൾ ഈ പറഞ്ഞ ഡയബറ്റീസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുമായി ജീവിക്കുന്നുണ്ട്. അതായത് ഓരോ 9 പേരിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയിലെ സ്ഥിതിയും ആശങ്കാജനകമാണ്. ഇന്ത്യയിൽ ഏകദേശം 9 കോടി ആളുകൾ ഡയബറ്റീസുമായി ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 13ഓളം ആളുകൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നൊരു മേഖലയിലാണുള്ളത്. അത് അർത്ഥമാക്കുന്നത് ഭാവിയിൽ അവർക്ക്, അതായത് അടുത്ത വർഷങ്ങളിൽ അവർക്ക് ഈ ഡയബറ്റിക്സ് വരാമെന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഞ്ചസാര മനുഷ്യരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യഘടകമാണ്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ തന്നെ വളരെ വലിയ അപകടം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പഞ്ചസാര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചസാര മുഴുവനായി ഒഴിവാക്കണം എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും മികച്ചൊരു കാര്യം. ആരോഗ്യകരമായ ഭക്ഷണ രീതി, കൃത്യമായിട്ടുള്ള വ്യായാമം, സമയബന്ധിതമായിട്ടുള്ള ആരോഗ്യ പരിശോധന എന്നിവയിലൂടെ തന്നെ ഡയബറ്റിക്സ് പോലുള്ള രോഗങ്ങളെ നമുക്ക് ഇന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചെയ്യുകയാണ്. നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവ് എത്രയാണ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ചരിത്രാതീതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.